latest news, subscribe our channel and press the bell icon to never miss any news. നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. കൈവശ ഭൂമിക്ക് നികുതി സ്വീകരിക്കാൻ വില്ലേജ് അധികൃതർ തയ്യാറാകാത്തതിൽ മനം നൊന്ത കർഷകൻ ആത്മഹത്യ ചെയ്തു. കോഴിക്കോടാണ് സംഭവം. തുടർന്ന് ഉദ്യോഗസ്ഥർക്കെതിരെ കളക്ടർ നടപടിയെടുത്തു. വില്ലേജ് അസിസ്റ്റന്റ് സിരീഷിനെ ജില്ലാ കളക്ടർ UV ജോസഫ് സസ്പെൻഡ് ചെയ്തു. കർഷകനായ തോമസ് ആത്മഹത്യ ചെയ്ത സ്ഥലത്തെത്തിയാണ് കളക്ടർ നടപടി പ്രഖ്യാപിച്ചത്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. തഹസിൽദാരോടും വില്ലേജ് ഓഫീസറോടും അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. റിപ്പോർട്ട് കിട്ടിയ ശേഷം ശക്തമായ നടപടിയെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കുറ്റക്കാരനെന്ന് ആരോപിക്കപ്പെടുന്ന വില്ലേജ് അസിസ്റ്റന്റ് സിരീഷ് കൈക്കൂലി വാങ്ങിയതായി മനസ്സിലാക്കുന്നുവെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നും കളക്ടർ നാട്ടുകാർക്ക് ഉറപ്പു നൽകി. ഭൂമിയുടെ കരം ഇന്ന് തന്നെ സ്വീകരിക്കും. നഷ്ടപരിഹാരം അടക്കമുള്ള ആവശ്യങ്ങൾ സർക്കാരിനെ അറിയിക്കും. സംഭവസ്ഥലത്ത് കളക്ടർ എത്തിയതിനെ തുടർന്ന് മൃതദേഹം നീക്കം ചെയ്യാനും നാട്ടുകാർ സമ്മതിച്ചു. കളക്ടറോട് റിപ്പോർട്ട് തേടിയതായി റവന്യൂ മന്ത്രി വ്യക്തമാക്കിയിരുന്നു. ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ ചെമ്മനോട് വില്ലേജ് ഓഫീസിന് മുന്നിലാണ് ചക്കിട്ടപ്പാറ സ്വദേശി തോമസ് കാവൽ പുരയിടത്തിലിനെ ബുധനാഴ്ച വൈകിട്ട് 8 മണിയോടെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജോയിയുടെ കൈവശമുള്ള ഭൂമിക്ക് നികുതി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാരോപിച്ച് ജോയിയും കുടുംബവും വില്ലേജ് ഓഫീസിന് മുന്നിൽ കഴിഞ്ഞ വർഷം നിരാഹാരം നടത്തിയിരുന്നു. സമരത്തെ തുടർന്നായിരുന്നു അന്നും നികുതി സ്വീകരിച്ചത്. ഇപ്പോൾ 1.5 വർഷമായി വില്ലേജ് ഓഫീസിൽ നികുതി സ്വീകരിക്കുന്നില്ലെന്ന് പറയുന്നു. നികുതി അടയ്ക്കാൻ ചെല്ലുമ്പോൾ പുതിയ കാരണങ്ങൾ പറഞ്ഞ് ജോയിയെ മടക്കി അയച്ചിരുന്നുവെന്നും ഇതിലുള്ള മനപ്രയാസമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും ബന്ധുക്കൾ പറയുന്നു. ഉദ്യോഗസ്ഥരുടെ പീഡനമാണ് ജോയിയുടെ മരണത്തിന് കാരണമെന്ന് സഹോദരൻ ആരോപിച്ചു. വില്ലേജ് ഓഫീസർക്ക് ജോയി ആത്മഹത്യാക്കുറിപ്പ് എഴുതി നൽകിയിരുന്നു. ഉദ്യോഗസ്ഥർ കബളിപ്പിക്കുകയായിരുന്നുവെന്നും ഇതിലുള്ള മാനസിക സമ്മർദ്ദം മൂലമാണ് ജോയ് ആത്മഹത്യ ചെയ്തതെന്നും സഹോദരൻ ജോസ് പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക വൺ ഇന്ത്യ മലയാളം.